തിരുവനന്തപുരം കാരക്കാമണ്ഡപത്ത് പ്രസവത്തിൽ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവ് നയാസ് കസ്റ്റഡിയിൽ. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി മുന്നറിയിപ്പ് നൽകിയിട്ടും നയാസ് ഭാര്യയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നില്ല. വിജിൻ വായന്തോട് വിശദാംശങ്ങളുമായി ചേരുന്നു. വിജിൻ, ഇന്നലെ രാത്രിയോടെയാണ് ഈ അതിദാരുണമായ സംഭവം ഉണ്ടായത്. പ്രസവത്തോടുകൂടി ഈ അമ്മയും കുഞ്ഞും മരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായത്. ആശുപത്രിയിൽ എത്തും മുൻപേ മരിക്കുകയായിരുന്നു. ഈ ഭർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറി എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പോലീസ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാവ്യ, ഇതിൽ പോലീസ് പറയുന്നതിലും ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു കാര്യം അയൽവാസികൾ നൽകുന്ന വിശദീകരണം തന്നെയാണ്. ഇവർ നിരന്തരം ഈ ആശാവർക്കർമാരും അതുപോലെ തന്നെ ഡോക്ടർമാർ, പോലീസുകാരുൾപ്പെടെ ഇവർ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതു മുതൽ വീട്ടിലെത്തുകയും അവരോട് ആശുപത്രിയിൽ ചികിത്സ തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ആശാവർക്കർമാരോടുൾപ്പെടെ വളരെ മോശമായിട്ടാണ് ഈ ഭർത്താവ് പെരുമാറിയത് എന്നാണ് ഇവർ പറയുന്നത്. അയൽവാസികൾ തന്നെ പറയുന്നു. അയൽവാസികളിൽ ചിലരും ഇതുപോലെ തന്നെ ഇത്തരത്തിൽ ഇവർ ഈ ഗർഭിണിയാണ് എന്നറിഞ്ഞതിന് ശേഷം അവർക്ക് ചികിത്സ നൽകണമെന്നും ഭർത്താവിനോടും ഒപ്പം തന്നെ അവരോടും നേരിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഭർത്താവിനെ ഏതെങ്കിലും സമയത്ത് മാത്രമാണ് ഇവർ കണ്ടിട്ടുള്ളത്. 8ഓളം മാസം മാത്രമേ ആയിട്ടുള്ളൂ ഇവർ ഈ വീട്ടിൽ വാടക. ഒരു നിമിഷം തുടരുക. ഇപ്പോൾ വിജിൻ സൂചിപ്പിച്ച അയൽവാസികളുടെ പ്രതികരണങ്ങൾ കേട്ടതിന് ശേഷം മടങ്ങിയെത്താം. മുമ്പ് ഇതേപോലെ അസുഖം വന്നപ്പോഴും വയ്യാതെ സുഖമില്ലാതെ കിടന്നപ്പോൾ അയൽവാസികൾ 2-3 പേര് കയറിപ്പോയി ആദ്യ ഭാര്യയെ വിളിച്ച് ആദ്യ ഭാര്യയെ മോളുമായിട്ട് വന്ന് ഇവിടെ ആശുപത്രി കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയി എന്ന് അറിഞ്ഞൂടാ. അവിടെ കൊണ്ടുപോയിട്ട് പിറ്റേന്ന് അവൾ വന്നപ്പോൾ അതിന് ശേഷം ആരുടെ മിണ്ടയില്ല, വെളിയിലും ഇറങ്ങൂല. അപ്പോൾ അവർ പറഞ്ഞ് വിലയ്ക്ക് വെച്ചിരുന്നു ആരുമായിട്ട് സംസാരിക്കല്ലത്. അതിന് ശേഷമാണ് ഈ ആശാവർക്ക് അവരെല്ലാം വന്നത്. ദീപികയും എല്ലാവരും വന്ന് എല്ലാം നോക്കിയിട്ട് അപ്പോൾ അവൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, അത് എൻ്റെ ഭാര്യയെ നോക്കാൻ എനിക്കറിയാം, നാട്ടുകാരും അയൽവാസികളൊന്നും നോക്കണ്ട, എൻ്റെ ഭാര്യ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം. അപ്പം നാട്ടുകാർക്ക് എന്തൊരു കാര്യമാണ് നോക്കാനായിട്ട്? അത് അവൾക്ക് ആഹാരം കൊടുക്കുന്നുണ്ടോ, അവളെ ചിലവിന് കൊടുക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയാണ് അവൻ്റെ സംസാരം. അതിന് പുറം അവൻ്റെ നമ്മൾ എന്താന്ന് കേൾക്കും. അതിന് ശേഷമാണ് അവൻ്റെ ഭാര്യ വരക്കവും മോള് വരക്കം, ഒരു ഉണ്ട് അവൻ്റെ മോൻ വരണതും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പഞ്ചറാണെന്ന് പറഞ്ഞ് പ്രസവിപ്പിക്കാൻ വേണ്ടി നോക്കാം, എൻ്റെ ഭാര്യ പ്രസവിക്കട്ടെ, 4ാമത് പ്രസവിക്കട്ടെ എന്നാണ് അയാളുടെ തീരുമാനം. 3 സിസേറിയനായിരുന്നു. പിന്നെ അയാൾ ചികിത്സ നിഷേധിച്ചത് തന്നെയാണ് മരണകാരണം. ആദ്യം നെടുമങ്ങാടായിരുന്നു. അതും ഇയാൾ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടില്ല. അവിടുത്തെ നാട്ടുകാരാണ് കൊണ്ടുപോയി ഇതുപോലെ സിസേറിയനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടാക്കിയത്. ഇത് പേടിച്ചിട്ടാണ് പോവാത്തത്. വിജിൻ വായന്തോട് തുടരുന്നുണ്ട്. വിജിൻ, അതിക്രൂരമായ പെരുമാറ്റം ഇയാളിൽ നിന്ന് ഗർഭിണിയായ ഈ സ്ത്രീക്ക് നേരെ ഉണ്ടായി ഈ ഒരു സമയത്തുടനീളം എന്നതാണ് ഈ അയൽവാസികളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പരിഷ്കൃതമായ ഒരു സമൂഹത്തിൽ ഈ തരത്തിലുള്ള അത്തരം നടപടികളുമായി പോവുക എന്ന് പറയുന്നത് തന്നെ വളരെ മോശം ആയിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റം ആണ് ഉണ്ടായത്. ഈ നിലവിൽ ഇപ്പോൾ സംസ്ഥാനത്തുടനീളം ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള വീടുകളിൽ കഴിയുന്നവർ, ഒപ്പം തന്നെ ഗർഭിണികളെയൊക്കെ ചികിത്സിക്കാനും പരിചരിക്കാനും ഒക്കെ ആശാവർക്കർമാർ വാർഡ് തലങ്ങളിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാം നേരിട്ട് എത്തി ഇത്തരത്തിൽ ഈ സ്ത്രീയെ ഗർഭിണിയായതിനു ശേഷം ആശുപത്രിയിൽ എത്തിക്കണം, അങ്ങനെ ചികിത്സ നൽകണം എന്ന് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. എല്ലാ മാസവും ആഴ്ചകളിലും എത്തുന്നു എന്നാണ് അയൽവാസികൾ തന്നെ പറഞ്ഞത്. അതിനുശേഷം ഡോക്ടർമാർ തന്നെ ഈ വീട്ടിന് പരിസരത്തെത്തുകയും ചികിത്സ നൽകണം, വീട്ടിൽ നിന്നാണെങ്കിൽ വീട്ടിലെത്തി തന്നെ ചികിത്സ നൽകാം എന്നൊക്കെ ആവശ്യപ്പെടുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ഈ ഭർത്താവ് നയാസ് പറഞ്ഞത് തനിക്ക് തൻ്റെ ഭാര്യയെ നോക്കാൻ അറിയാം, ആരുടെയും ഒരു സഹായവും തനിക്ക് ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് എന്നാണ് ഈ അയൽവാസികൾ തന്നെ പറയുന്നത്. ഇത് പലതവണ ആവർത്തിച്ചതിന് ശേഷം ഏറ്റവും അവസാനത്തെ മാസങ്ങളിലാണ് ആശാവർക്കർമാർ ഇങ്ങോട്ട് വന്ന സാഹചര്യത്തിൽ പോലും അവരെ വീണ്ടും ഭീഷണിപ്പെടുത്തുകയും അവരോട് മോശമായ രീതിയിൽ പെരുമാറുകയും ഒക്കെയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. നയാസ് ഈ രാത്രി വൈകി വീട്ടിലേക്ക് എത്തുന്നത് ഇത്തരത്തിൽ ഒരു തവണ ഇങ്ങനെ ഈ ആശാവർക്കർമാരും അതുപോലെ തന്നെ ഡോക്ടർമാരും പോലീസും ഒക്കെ എത്തി ഇവരെ ആശുപത്രിയിൽ എത്തിക്കണം എന്ന് ആവശ്യപ്പെട്ടതിന് ശേഷം ഈ സ്ത്രീയോടും കുട്ടികളോടും ഒന്നും അയൽവാസികളോട് പോലും സംസാരിക്കാൻ പോലും പാടില്ല എന്ന് വിലക്കിയിരുന്നു എന്നും ഈ അയൽവാസികൾ തന്നെ പറയുന്നു. അത്തരത്തിൽ ഒരു വളരെ മോശമായ ഈ
ഇത്തരം ഒരു പെരുമാറ്റമാണ് ഭർത്താവിൽ നിന്ന് ഉണ്ടായത് എന്നാണ് അയൽവാസികൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ നയാസ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. മരിച്ച ഷഹീറ ബീവിയുടെ വീട് പാലക്കാടാണ്. അവരുടെ അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ളവരൊക്കെ ഇപ്പോൾ നേമം പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം അവരെയും വിശദമായി ചോദ്യം ചെയ്യും. ഇപ്പോൾ മനസ്സിലാകുന്നത് അവർക്ക് പോലും ഈ സ്ത്രീ ഗർഭിണിയായിരുന്നു എന്നറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. നേരത്തെ ഒരു വിവാഹം ചെയ്ത ശേഷം രണ്ടാം വിവാഹമാണ് നയാസിനെ ഈ സ്ത്രീയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കല്യാണത്തിൽ ഒരു കുട്ടിയും ഒപ്പം തന്നെ രണ്ടാമത്തതിൽ 2 മക്കളുമാണുള്ളത്. മൂന്നാമത്തെ പ്രസവമായിരുന്നു. അതിലാണ് ഇപ്പോൾ ഈ സ്ത്രീയും കുട്ടിയും തന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ മറ്റ് പ്രസവങ്ങളെല്ലാം സിസേറിയൻ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അയൽവാസികൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ നയാസിനെ പോലീസ് ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇന്നലെ രാത്രി തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഈ മരണം സംഭവിക്കുന്ന സമയത്ത് ഒരു ബഹളമോ വേദന കൊണ്ടുള്ള നിലവിളിയോ ഒന്നും കേട്ടിട്ടില്ല എന്നും അയൽവാസികൾ പറയുന്നു. എന്തായാലും അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ് അയൽവാസികൾ പറയുന്നത്. ഒരു മിനിറ്റ് കാത്തുനിന്നാൽ നമുക്ക് ഈ നേരത്തെ പലതവണ ഇവരോട് ആശുപത്രിയിലേക്ക് എത്തണം എന്നൊക്കെ ആവശ്യപ്പെടുകയും ഈ വീട്ടിൽ വന്ന് പറയുകയും ഒക്കെ ചെയ്ത അയൽവാസികൾ തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അവരോടൊക്കെ വളരെ മോശം പെരുമാറ്റമാണ് ഈ ഭർത്താവ് നടത്തിയത്. അതിനുശേഷം അയൽവാസികൾ തന്നെയാണ് പോലീസിനോട് ഇക്കാര്യം വിളിച്ചു പറയുന്നത്. അതിനുശേഷം പോലീസ് എത്തി ഇവരെ ആശുപത്രിയിൽ എത്തിക്കണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ അതിനും ഇവരാരും സമ്മതിച്ചില്ല എന്നാണ്, ഭർത്താവ് സമ്മതിച്ചില്ല എന്നാണ് അയൽവാസികൾ പറയുന്നത്.